ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടില്ല. കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യൽ, എഡിറ്റ് ചെയ്യൽ, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എന്നും ഒരുപോലെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നും ആകുമ്പോഴേ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസമൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പ് വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഞാൻ അന്നത്തെ വീഡിയോസുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാറില്ല. നമ്മൾ എടുത്ത് വെച്ച വീഡിയോസൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ ഇടണമെന്ന് എനിക്ക് ഇന്നലെ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അടുക്കളയിൽ വന്നപ്പോൾ മുതൽക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, എന്നത്തെയും പോലത്തെ ഒരു ദിവസം തന്നെയാണ്. കല്യാണി സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കണ്ണനും മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ലോകം. അവന് ഭക്ഷണം കൊടുക്കുക, അവൻ്റെ എക്സസൈസുകൾ ചെയ്യുക, പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്കുകളുണ്ട്. നെറ്റിപ്പട്ടത്തിൻ്റെ ആണെങ്കിലും വേറെയും വർക്കുകളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലും ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കും. കണ്ണനും കൂടെ എൻ്റെ അടുത്ത് സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ചില സമയങ്ങളിൽ അവനടയും. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ഈച്ചയാണ് കേട്ടോ. ഭയങ്കര ഈച്ച ശല്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ റൂമിൽ തന്നെ കിടത്തണം. ഹാളിൽ കിടത്താനായിട്ട് പറ്റുന്നില്ല. ഹാളിൽ കിടത്തുമ്പോൾ ഭയങ്കര ഈച്ച ശല്യമാണ്. പിന്നെ അവൻ ഈച്ച മുഖത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലേ. നമുക്ക് തന്നെ ഒന്ന് ഈച്ചേനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ പിന്നെ മുഖത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ റൂമിൽ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അത് കാരണം അവന് വലിയ വിഷയമില്ല. പക്ഷേ ഹാളിൽ കിടത്തുമ്പോൾ അവനത് ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളും പോകുന്നത്. രാവിലത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കല്യാണം കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് വരെ ആക്കി വയ്ക്കും കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ അധികമില്ല, കുറവാണ്, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് വൈകുന്നേരത്തേക്ക് വേറെ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ചിക്കൻ വാങ്ങിയതിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ചേട്ടന് ഒരു നേരമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കുറേയൊന്നും ചിലവാവില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കല്ലൂന് ഈ ഇറച്ചി മീനും മുട്ടയൊന്നും സ്കൂളിലേക്ക് പറ്റില്ല. അപ്പോൾ അവൾക്ക് ചെറിയൊരു കറി ഉണ്ടാക്കി. പിന്നെ ഒന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കി. അപ്പോൾ കല്യാണിക്ക് ദോശയും വലിയ പിടുത്തല്ലേ. ഇന്നലെയും ദോശയായിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടായ സാധനം ഇന്ന് രാവിലെ കഴിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നലെയും ദോശ ഇന്നും ദോശ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടമില്ല. ഇപ്പോൾ ഇന്നലെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ദോശയാണെങ്കിൽ കഴിച്ചേനെ. അപ്പോൾ ആ മാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നും ദോശ തന്നെ ആക്കിയിട്ടോ. അപ്പോൾ അവളത് കഴിക്കില്ല, ഉറപ്പാണ്. ഞാൻ അങ്ങനെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എല്ലാ പണിയും കഴിഞ്ഞു. ചോറും കറിയും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ അതെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ സ്കൂളിലേക്കും കൊടുത്തേക്കാൻ രാവിലെ 2 കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി എണീറ്റ് കിടക്കുന്നുണ്ട് റൂമിൽ. കല്യാണി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കല്യാണി ഏകദേശം ഒരു 8 മണി എടുക്കും എണീക്കുമ്പോൾ. കണ്ണൻ അങ്ങനെയല്ല. കണ്ണനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വേവിക്കുകയാണ്, കുക്കറൊക്കെ വിസിലടിക്കുകയാണ്, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ എണീക്കും. ഞാൻ എണീക്കുമ്പോൾ തന്നെ എണീക്കുന്നില്ല. നല്ല തണുപ്പൊക്കെയല്ലേ കിടക്കാനായിട്ട് സുഖമുണ്ട്. അപ്പോൾ അത് കാരണം അപ്പം തന്നെ എണീക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവനെ എണീക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാതിലൊക്കെ തുറന്നിടും, കല്യാണം എണീക്കുകയാണെങ്കിൽ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവളെ എണീക്കൊന്നുമില്ല കേട്ടോ. അവളൊരു 8 മണിയുടെ അടുത്തൊക്കെ ആവും ഏകദേശം എണീക്കുമ്പോൾ. അപ്പം അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. കല്യാണിക്ക് കൊണ്ടുപോകാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ കണ്ണന് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നിരിക്കാം. അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ആണെങ്കിലും ചോറും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കണ്ണൻകുട്ടിക്ക് കൊടുക്കാനായിട്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൻകുട്ടി നേരത്തെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ഒരു 7:30 ആകുമ്പോൾ അവൻ ഭക്ഷണം കൊടുക്കും ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ്. അപ്പോൾ ദോശ ഇങ്ങനെ പഞ്ചസാര എന്താണെങ്കിലും അത് ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ കഴിക്കില്ല. അപ്പോൾ അതിൽ നല്ലത് അരച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 ദോശ എടുത്തിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു, മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ല, അവൻ അങ്ങനെ ഇത്തിരിയൊക്കെ കഴിക്കും. പിന്നെ ഇപ്പം മുഴുവൻ കഴിച്ചില്ലെങ്കിൽ തന്നെ കല്ലൂനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് കൊടുക്കുമ്പോൾ പിന്നെയും കഴിക്കും കേട്ടോ. അവൻ എന്തായാലും കഴിക്കണം. ഇടനേരത്ത് ഒരു ഭക്ഷണം കൊടുക്കും. അതൊരു 10-10:30 ആകുമ്പോൾ അതങ്ങനെ കൊടുക്കും. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. രാവിലെ തന്നെ നേരത്തെ എണീക്കുന്നുണ്ട്, വീട്ടിലത്തെ എല്ലാ ജോലികളും കഴിയും. അപ്പോൾ
രാവിലെ കുളി കഴിയുന്നതാണ് എനിക്ക് മെയിൻ. എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞാലും എനിക്ക് കുളിക്കുന്നത് ഇഷ്ടമുള്ളൂ. കുളി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ ജോലികൾ എടുക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ വീട്ടിലത്തെ പണികൾ നേരത്തെ കഴിയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ 8:45 ആകുമ്പോഴേക്കും കുളിയും കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രഷാണ്. അപ്പം നമുക്ക് നമ്മളൊരു ദിവസം തന്നെ ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. അല്ല ഇങ്ങനെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചവരെയൊക്കെ കുളിക്കാണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം നേരത്തെ ആകുമ്പോഴേ നമുക്കൊരുപാട് സമയം കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ കണ്ണന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ കല്യാണിനോട് ഞാനിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, കല്ലു പല്ല് തേക്കടി, ഭക്ഷണം എടുത്ത് കഴിക്കടി, അതൊക്കെ എടുത്ത് കൊടുക്കണം. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറയാണ്, കല്യാണി പല്ല് തേക്കി ഇവിടെ 1 മണിക്കൂർ ഇരുന്ന് പല്ല് തേക്കി എന്ന് പറഞ്ഞാലായിരിക്കും കേട്ടോ അവിടെ പല്ലൊക്കെ തേക്കുക. അപ്പം കണ്ണൻകുട്ടി ഇടയ്ക്കൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ കഴിക്കും. ചില ദിവസങ്ങളിൽ രാവിലെ കൊടുക്കുമ്പോൾ നല്ലോണം കഴിക്കും, ചില ദിവസങ്ങളിൽ ആൾ പിന്നെ ഇത്തിരി പിന്നാക്കമൊക്കെയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കല്ലുനെയൊക്കെ കൊണ്ടുപോയിട്ട് വന്ന് അടിക്കലും തുടയ്ക്കലും മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തുണി അലക്കലിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത്. 2-3 ദിവസത്തെ വരെ തുണികൾ അലക്കിയോടെ ഇരിക്കുന്നുണ്ട്, ഉണക്കാനിടാൻ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ ഡ്രയറിൽ കിടക്കുന്നുണ്ട്. ഡ്രയറിലിട്ടത് കുറച്ച് ബക്കറ്റിലേക്ക് ഇറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഡ്രസ്സ് അടിച്ചു കൊടുത്താണെങ്കിൽ അവിടെ നിറച്ച് തുണികൾ കിടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള തുണികൾ മാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഫാൻ്റെ അടിയിലിട്ടിട്ട് ഉണക്കാണ് പതിവ്. വെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ അടിക്കലും തുടയ്ക്കലും, അപ്പോൾ തുടയ്ക്കൽ മഴയാണെങ്കിൽ എനിക്ക് തുടച്ചില്ലെങ്കിൽ പണികളൊന്നും തീരാത്തതുപോലെ തോന്നും. അപ്പോൾ ഞാൻ എന്തായാലും അടിച്ച് തുടച്ചൊക്കെ ഇടും കേട്ടോ. പഠിക്കലും തുടയ്ക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണൻകുട്ടിയുടെ കൂടെ ഇരിക്കാം. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയുള്ളൂ പിന്നെ. അപ്പോൾ എനിക്ക് കുറേ ഇതിൻ്റെ നൂല് കെട്ടാനുണ്ടായിരുന്നു നെറ്റിപ്പട്ടത്തിൻ്റെ. അപ്പോൾ തലേദിവസം നൈറ്റിൽ ചേട്ടൻ ഇങ്ങനെ റൗണ്ടാക്കിയൊക്കെ വെച്ചതായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആ സെറ്റ് നിറച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് കെട്ടാനിരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ കട്ടിലിൽ അവിടെ കിടത്താൻ പറ്റില്ല അവനെ, ഇതുപോലെ ഈച്ച വന്നിരുന്നിട്ടേ. അപ്പോൾ ഞാൻ അവിടെ ആ ചെയറിൽ ഇങ്ങനെ ഇരുത്തിയപ്പോൾ കുറച്ച് നേരമൊക്കെ TV നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് വലിയ സുഖമില്ല ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ആൾ ഇടഞ്ഞു. കുറച്ച് നേരമൊക്കെ ഞാൻ പിടിച്ചിരുത്തി നോക്കി. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൺവെട്ടം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് സുഖമായിട്ടിരുന്ന് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ നോക്കി. പക്ഷേ ആളിടയായിരുന്നു കേട്ടോ. ആൾക്ക് ഒരു സുഖം ഉണ്ടായില്ലേ, കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ചുണ്ടൊക്കെ നീട്ടണ്, ഒരു മുഖമൊക്കെ ചുളുങ്ങണ്. അപ്പം ഞാൻ കുറച്ചെങ്കിലും ആ ഒരെണ്ണത്തിൻ്റെങ്കിലും ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് കുറേ നേരം ശ്രമിച്ചു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. ആളിങ്ങനെ ഇടയ തന്നെയാണ്. ഒന്നാമത് അവൻ്റെ ആ ഇരുത്തി അവന് സുഖമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അന്നേരം ഞാൻ ഇനി അങ്ങനെയൊക്കെ ഇരുത്തുന്ന അവൻ ശീലിക്കട്ടെ എന്നൊക്കെ കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവനെ സെറ്റിലാണെങ്കിലും അങ്ങനെയൊക്കെ ഇരുത്തിയത്. പക്ഷേ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറ്റില്ല എന്ന് കഴിഞ്ഞ് പിന്നെ ദൈവതമ്പുരാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണാനത് സമ്മതിക്കില്ല കേട്ടോ. അവന് പിന്നെ അവൻ വിചാരിച്ച ആ ഒരു കാര്യം അവന് നടക്കണം. അതുവരെ ചിലപ്പോൾ ആൾ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആൾ നല്ല രീതിയിൽ ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നിർത്തിയിട്ടോ. അങ്ങനെ താഴെ വന്നിരുന്നിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവന് കുറച്ചും കൂടെ എന്നെ എങ്ങനെ ഇരുന്ന് കാണാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാം എൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. കരച്ചിൽ നിർത്തുന്നൊക്കെ ഉള്ളത്. പക്ഷെ ആളിങ്ങനെ ഇങ്ങനെ അവനിങ്ങനെ ചിണുങ്ങി കരയുന്നതാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആകെ ഡിസ്റ്റർബ്ഡായി പോകും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വെച്ച് വേണ്ട, എൻ്റെ പണിയൊക്കെ അവിടെ എടുക്കട്ടെ, കണ്ണൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ണൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കണ്ണനെ എടുത്ത് മടിലിരുന്നില്ല. ഞാൻ മടിലിരുന്നിട്ടാണ് കേട്ടോ ഈ നൂലൊക്കെ കെട്ടിയതൊക്കെ. വൈകുന്നേരം നേരത്ത് അവനെ കട്ടിലിൽ കെടുത്തിണ്ടായിരുന്നു ഹാളിലത്തെ. പക്ഷെ അവനെന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവൻ ആകെ അടച്ചില്ലായി. എൻ്റെ മടിയിൽ വന്നിരിക്കണം എന്നുള്ള ഇതിൽ എന്നെ നോക്കുക. അപ്പോൾ പിന്നെ ഞാൻ അവനെ മടിയിൽ വെച്ചിരുന്നിട്ടാണ് അതൊക്കെ കെട്ടിയതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നാലേ അവൻ ഓക്കെ ആവുള്ളൂ. അങ്ങനെ അപ്പോൾ ഇഷ്ടമായി. ഞാൻ എടുത്ത് വന്നിരുന്ന് എക്സസൈസുകളും കാര്യങ്ങളും. പിന്നെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഇതായിരിക്കുന്ന ആൾ, ടോക്കിംഗ് ടോം. അപ്പോൾ അതിനും കൊണ്ടുവന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എക്സസൈസൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവൻ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സപ്പോർട്ട് മതി, നമ്മുടെ ഒരു വിരലിൻ്റെ സപ്പോർട്ടാണെങ്കിലും മതി, അവനിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ ഇന്ന് എക്സസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ തന്നെ അവൻ്റെ പല കാര്യങ്ങളിലും ഭയങ്കര ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുമ്പോഴേ. പണ്ടത്തേക്ക് വെച്ച് മെൻ്റലി അവൻ ഓക്കെയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണനെ കല്ലൂന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേട്ടനാടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു അറിവല്ലേ ഉള്ളൂ കണ്ണനെ.
അപ്പോൾ ആളാണെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ കണ്ണൻ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാം ശ്രദ്ധിക്കുന്ന അങ്ങനെയൊന്നും വീഡിയോസിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം, അവനെല്ലാം ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോഴാണല്ലോ ശരിക്കും നമുക്കൊരു വ്യക്തത കിട്ടുക. അപ്പോൾ ആ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് കുറേ നേരം, ഞാൻ ഡോക്ടറെ കാണിക്കാൻ കല്ലൂനെ ഉള്ളിലായിരുന്നു, അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് കാണാതെ കുറേ നേരം കളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ചേട്ടൻ മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ എനിക്ക് അവനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉറപ്പ് തോന്നുകയാണ്. കാരണം അവനെല്ലാം അറിയാം, പറയുന്ന എല്ലാ കാര്യങ്ങളും. കല്ല് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിലും ഇത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക്, റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, എല്ലാ കാര്യങ്ങളും അവൻ കണ്ടുകൊണ്ട് നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അവനെല്ലാം അറിയാം. അവന് വേഗം വേഗം വ്യത്യാസങ്ങൾ ഉണ്ടാവും തന്നെയാണ് മനസ്സ് പറയുന്നത്. നമ്മൾ ചില CP കുട്ടികൾ നമ്മൾ ഒരു ഇതുമില്ലാണ്ട് മുകളിലേക്ക് നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും, അവർക്കൊന്നും അറിയില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ണൻ അങ്ങനെയല്ല. കണ്ണൻ മെൻ്റലി അവൻ ഓക്കെയാണ്. അവൻ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും. പക്ഷേ അവന് ബോഡിയാണ് അവൻ്റെ, ഫിസിക്കലിയാണ് അവൻ ഓക്കെ അല്ലാത്തത്. അതും അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അവനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവൻ മൊത്തത്തിൽ അവൻ ഓക്കെയാണ്, ചില കാര്യങ്ങളൊന്നും അവനെ കൊണ്ട് സാധിക്കുന്നില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾക്ക് മാക്സിമം ട്രൈ ചെയ്യാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം ഞാനിപ്പോഴാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല പോലെ എനിക്കറിയായിരുന്നു ജാതകവശാൽ അവന് ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ തലകുത്തി മറിഞ്ഞാൽ പോലും ചിലപ്പോൾ ചേഞ്ചസ് കാണില്ല. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ചേഞ്ചസ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളും കൂടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അവനുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട്. അപ്പോഴും നമ്മളെ പേടിപ്പെടുത്തിയിരുന്നൊരു സമയമാണ് ആ ഒരു മോശം സമയം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അവനൊന്ന് കയറ്റി വിടാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കയറി വരുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഭയങ്കരമായൊരു വിശ്വാസമാണത്. അത് നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കട്ടെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നെങ്കിലോ. ഞാൻ ആദ്യം അങ്ങനെയല്ല ഞാൻ പറയാറ്, ഞാനങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാവില്ലേ എന്ന്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുകയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കട്ടെ, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ തന്നെങ്കിലോ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സന്തോഷമാണ്. ചെറിയ ചെറിയ മൊമെൻറ്റുകളിൽ പോലും അവൻ്റെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ കാണുമ്പോൾ അവൻ്റെ ബോഡി മൊത്തത്തിൽ ഇങ്ങനെ തളർന്നു പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ അവൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ നോക്കി, അവൻ്റെ മെൻ്റലി അവനൊന്ന് ഹാപ്പി ആയി കഴിഞ്ഞാൽ അവൻ്റെ ബോഡിക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ബലം വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ഈ ടോക്കിംഗ് ടോമിനെ ഞാൻ എടുത്ത് വെക്കാണ്ടിരുന്നിട്ട് എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവനിങ്ങനെ തളർന്ന് വാടി കുഴഞ്ഞ് അങ്ങനെ ഇരിക്കും. പക്ഷേ ഈ സാധനം അവന് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവന് മാനസികമായിട്ട് അവൻ ഹാപ്പി ആവുകയാണ്. ഹാപ്പി ആകുമ്പോൾ അവൻ്റെ ബോഡിക്ക് ബലം വരുന്നത് പോലെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൈ ഒന്ന് പിടിച്ചാൽ മതി, ഒരു വിരലിൻ്റെ സപ്പോർട്ടായാലും മതി, അവൻ ഇരുന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ് പോകുന്നത് അവൻ്റെ ബോഡിക്ക് അതിനുള്ളൊരു ബലമില്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഇടത് സൈഡ് ശരിക്കും തളർന്നിരിക്കുന്നത് പോലെയാണ്. നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾ ഇടത് ഭാഗം മുഴുവനായിട്ട് തളർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് അവൻ്റെ ഇടത് ഭാഗം തോന്നിയിട്ടുള്ളത്. ഒരു രീതിയിലും അവൻ്റെ ഇടത് ഭാഗം ബലം കിട്ടുന്നില്ല. വലത്ത് സൈഡാണെങ്കിലും ഒരു കുഴപ്പമില്ല, കൈയാണെങ്കിലും ആ ഒരു ഭാഗമാണെങ്കിലും ഒക്കെ അവന് നല്ല ബലമുള്ളത് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇടത്തെ സൈഡ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ വലത്തെ കൈ ഇപ്പോൾ കുത്തിയിട്ട് അവനിങ്ങനെ നിർത്തുമ്പോഴേ നല്ല രീതിയിൽ ആ വലത്തെ കൈ നല്ലപോലെ കുത്തിയിട്ട് അവൻ നിൽക്കുക. ഇതേപോലെ തന്നെ ഇടത്തെ സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആണ്. പക്ഷേ ഇടത്തെ സൈഡ് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അത് മൊത്തത്തിൽ ആ കൈ ഒരു ശോഷിച്ച പോലെയും പിന്നെ അവനത് തീരെ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ വലത്തെ കൈ കുത്തി നിൽക്കുന്നത് പോലെ തന്നെ ഇടത്തെ കൈയും കുത്താണെങ്കിൽ
അവൻ ശരിക്കും ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കാനായിട്ട്. എന്നാലും ഈ ഒരു കൈ കൊണ്ട് തന്നെ അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമാണ്. അത് ഇന്നല്ല എന്നുമുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോൾ അവനെ തെറാപ്പി ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ അവൻ സഹകരിക്കാറുണ്ട്. ചില തെറാപ്പിസ്റ്റുകൾ അവന് പറ്റില്ല കേട്ടോ. ചില തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് അവനൊട്ടും സഹകരിക്കാറില്ല. പക്ഷെ ചിലരെയൊക്കെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. ഇപ്പം എല്ലാ ദിവസവും എക്സസൈസൊക്കെ ചെയ്യിച്ച് അവനെ നടത്തിക്കാനും ഇരുത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കാരണം ഒരു സമയമാകുമ്പോൾ അവനറിയാം അതെന്താ അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് എന്നുള്ള രീതിയിൽ തന്നെ നോക്കൂട്ടോ. പിന്നെ സ്റ്റെപ്പ് കയറിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ മാത്രം സ്റ്റെപ്പ് കയറിപ്പിക്കലൊക്കെ ചെയ്യുള്ളൂ. ഇപ്പം ഇന്നൊക്കെ നല്ല മഴയും ഇപ്പോൾ കണ്ടില്ലേ ഫ്രണ്ടിലൊക്കെ എനിക്ക് അകത്തൊക്കെ നല്ല ഇരുട്ട് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കാമെന്ന് കരുതിയത്. അപ്പോഴും ഇരുട്ട് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇരുട്ട് മൂടിയൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ മഴയൊക്കെ കാണുമ്പോൾ അവൻ ഇത്തിരിയും കൂടെ ഹാപ്പി ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾക്ക് ഒന്നും കൂടെ സന്തോഷമൊക്കെ തോന്നിയിട്ടോ. പിന്നെ ഞാൻ പറയുന്നുണ്ട്, മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണ നമുക്ക് മഴയുടെ അടുത്തേക്ക് നടന്നു പോവാം, നീ ഒന്ന് കാല് വെക്കടാ, കാല് അങ്ങോട്ട് എടുത്ത് വെക്കടാ എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു ഉത്സാഹത്തോടു കൂടിയാണ് അവൻ കാലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അവന് ആഗ്രഹമുണ്ട് ആ മഴയുടെ അടുത്തേക്ക് അവൻ നടന്നു പോകണമെന്ന്. അപ്പോൾ അവൻ്റെ മാനസികമായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ശാരീരികമായിട്ട് അവന് പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ആ കുഞ്ഞിക്കാലുകൾ കുത്തിയിട്ട് അവനിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമാണത്. അത് ഞാനങ്ങനെ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു കാര്യമാണത്. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാണാതാവുമ്പോൾ അല്ലെങ്കിൽ നഷ്ടമായി പോകുമ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ ആ ഒരു കാര്യം അത് നമുക്കിനി ഇല്ല, അതില്ല എന്നുള്ളതായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം എന്നൊക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടല്ലേ. അപ്പം അതുപോലെ ഞാൻ ഏകദേശമൊക്കെ പഠിപ്പിച്ച് വെച്ചൊരു കാര്യമായിരുന്നു. കാരണം ഇനി അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിന്നിരുന്നു അവൻ, പക്ഷെ ഇപ്പം അവന് സാധിക്കുന്നില്ല. അത് നമ്മളുടെയും കൂടെ മിസ്റ്റേക്കാണ്. നമ്മൾ അവിടെ ഇവിടെ ഓരോ ട്രീറ്റ്മെൻറ്റുകളെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അതും ഇതൊക്കെ ചെയ്ത് ഉള്ളതും കൂടി ഇല്ലാണ്ടാവാന്ന് പറയില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് കടനായിട്ടുണ്ടായിരുന്നു. എനിക്ക് ട്രൗസർ പോലും പാമ്പർ പോലും ശരിക്കും ഇട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ അവൻ്റെ കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായിരുന്നു. ഉള്ളതും കൂടി ഇല്ലാണ്ടായിപ്പോയി. ഇനിയിപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇനിയിപ്പോൾ അവന് പണ്ടത്തെ അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞുകാലങ്ങളിൽ വെറുതെ കുത്തിച്ച് അതൊന്നും ഇല്ല. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ വരട്ടെ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ വെച്ചേക്കായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് അറിയുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അത് അനുഭവിക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഈ ഒരു കുഞ്ഞുകാലുകൾ ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ. അവൻ തനിയെ നിൽക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ പിടിച്ചിട്ടാണെങ്കിൽ പോലും ആ കാലുകൾ നിലത്ത് കുത്തി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. നമുക്കിനി എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊന്നും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടൊന്നും എനിക്കത് കാണാൻ സാധിക്കാതിരുന്നൊരു കാര്യമായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് തിരിച്ച് കിട്ടുമ്പോഴുണ്ടാവുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്ന് കണ്ണൻകുട്ടിക്ക് ചെറിയൊരു ഉഷാറ് കുറവുണ്ട് ചെയ്യാനായിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് വയ്യാണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് റെസ്റ്റ് തീരെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചും കൊണ്ടിരിക്കണം, അവൻ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ സംസാരിക്കുന്നുണ്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ചില ദിവസങ്ങൾ നമുക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളും ഒന്ന് സംസാരമൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെ ആയി പോകുമല്ലോ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അവൻ്റെ ആ ഒരു വൈബിനനുസരിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. നൈറ്റൊക്കെ ആണെങ്കിലും ഉറക്കം പണികളുണ്ട്. സത്യത്തിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ചെയ്യാനുള്ള പണികളുണ്ട്. പകലാണെങ്കിലും മൊത്തം നമ്മൾ ഒരു 10 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാണ്ടുള്ള പണികൾ എനിക്കുണ്ട്. കണ്ണൻകുട്ടിയുടെ കാര്യങ്ങൾ ഫുള്ള് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേ എനിക്ക് ശാരീരികമായിട്ട് ക്ഷീണം വരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ക്ഷീണം എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ ഒന്ന് സ്ലോ ആയി പോകുന്നുണ്ട്. ഞാനിങ്ങനെ ചിൽ നിന്നാൽ മാത്രമാണ് കണ്ണനും ആ ഒരു ഇതിൽ നിൽക്കുകയുള്ളൂ. പിന്നെ മഴ വന്നപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ലതിൽ. അപ്പോൾ അവന് മഴ കണ്ടപ്പോൾ മഴയത്തേക്ക് ഇങ്ങനെ ചാടാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ അവൻ കാണിച്ചും കൊണ്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, കാരണം നീ ശരിക്കും നടക്കുകയാണെങ്കിൽ നമുക്ക് മഴയത്തേക്ക് ഓടി നടക്കാം. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ കല്ലൂനെ കൊണ്ടുവരാനായിട്ട് പോകണം. ഏകദേശം കല്ലൂനെ കൊണ്ടുവരാനായിട്ട് പോകേണ്ട സമയമായിട്ടോ. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് 3:30 ആകുമ്പോൾ കല്ലൂനെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ കണ്ണൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കണ്ണനവിടെ കിടന്ന് കളിക്കും, അല്ലെങ്കിൽ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തും. പിന്നെ ഞാൻ ആദ്യം എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോരോ ദിവസങ്ങളും പോകുന്നത്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. മാവാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം മാവിൻ്റെ ഇതൊക്കെ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല. പക്ഷേ തല്ലി തൊഴിച്ച് മഴ പെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ മഴയാണ് കേട്ടോ പെയ്തും കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഇതിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ച് ഗപ്പീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടേക്കും ചെറുതായിട്ടൊക്കെ തിരിച്ച് വെള്ളമൊക്കെ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും തന്നെ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.